പരിശോധിച്ചാൽ മതിയെന്ന് ആ ബിരുദന്മാരോട് പറയുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ മാറി മാറി ഈ പാച്ചുവിനെയും കോവാലിനെയും എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുന്നത്? അല്ലെ, പുതിയൊരു കോവാലൻ വരട്ടെ. ഇപ്പോൾ 5 വർഷത്തെയും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ബിരുദന്മാരുടെ പ്രവർത്തനം എന്താണെന്ന് വിലയിരുത്തണം. അല്ലാതെ അവർ നിങ്ങളെയും പിന്നെയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. വീണ്ടും 5 വർഷത്തേക്ക് വഞ്ചിക്കാനുള്ള ഏർപ്പാടാണ്. അവരുടെ രാഷ്ട്രീയ ചിഹ്നം നിലനിർത്താനും അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനും വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് അവർ ഇലക്ഷൻ പ്രചരണത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഴിതെറ്റി പോകരുത്. നിങ്ങൾക്ക് ദൃഢമായ നിശ്ചയം ഉണ്ടാകുന്നതിന് എല്ലാ വിഷയങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യണം. അതിന്റെ ആവശ്യമുണ്ടോ? എല്ലാ വിഷയങ്ങളും നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ ചർച്ച ചെയ്യണം, നിങ്ങളുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യണം, നിങ്ങളുടെ സമൂഹങ്ങളിൽ ചർച്ച ചെയ്യണം. അവരുന്നയിക്കുന്ന വിഷയങ്ങളല്ല വിഷയം. തൃശ്ശൂരിന് ഒരു പാർലമെന്റേറിയൻ ഇവിടെ നിന്ന് പോയി എന്തൊക്കെയാണ് അനുഗ്രഹം ജനങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വർഷിക്കേണ്ടത്, അവരുടെ ഉത്തരവാദിത്വമുണ്ട്. അത് അവർ നിറവേറ്റിയിട്ടുണ്ട്. ഇത് മാത്രം പരിശോധിച്ചാൽ മതിയെന്ന് ആ ബിരുദന്മാരോട് പറയുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ 6000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ 2000, 3000, 8000, 24,000 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളുടെ വിഷയങ്ങളൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്ഷേത്രം, മഹാക്ഷേത്രം. അവിടേക്ക് പോയി നിങ്ങളിൽ ഓരോരുത്തരുടെയും സമൂഹങ്ങളുണ്ട്. അവരുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ 2029 ആകുമ്പോഴേക്കും, 2034 ആകുമ്പോഴേക്കും, 2039 അതിനപ്പുറത്തോട്ടേക്കും എങ്ങനെയാണ് ഈ ഒരു 5 വർഷം കൊണ്ട് അടുത്ത ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്താൻ പോകുന്നത്, അതിനെക്കുറിച്ച് അവർ പറയട്ടെ. എന്താണ് അവരുടെ വാഗ്ദാനങ്ങൾ? ഇത്രയും നാളും തന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റുക. തുടങ്ങി വെച്ചതും പലത് തുരുമ്പെടുത്ത് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണം. നിങ്ങളുടെ വളരെ ദൂരെയാണ് കരുവന്നൂർ എന്ന് വിചാരിക്കരുത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ചു വളർന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 34 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്കൊട്ടുമേ ദൂരെയല്ല കരുവന്നൂർ, എനിക്കൊട്ടും ദൂരെയല്ല പൂഞ്ഞാർ. എനിക്ക് ഒരു അകന്ന ബന്ധു എന്ന് പോലും അല്ല ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ബന്ധുവായിട്ടാണ് ജോസഫ് മാഷിനെ തോന്നിയിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് വിഷയമല്ലേ. കരുവന്നൂരിൽ ചതിക്കപ്പെട്ട നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എല്ലാം അടിസ്ഥാന വർഗത്തിൽ പെടുന്നവരാണ്. ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോലും നമുക്ക് പലപ്പോഴും നമ്മൾ ഇട്ട പണം തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അസുഖത്തിന് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നമുക്ക് പണം തിരിച്ചു കിട്ടുന്നില്ല എന്ന് വന്നാൽ അത് ഒരു കാലത്തും ഇനി തിരിച്ചു കിട്ടില്ല എന്ന നിലയ്ക്ക് മുമ്പോട്ട് പോയാൽ പിന്നെ അവരുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരാൻ വേണ്ടി നമ്മൾ അങ്ങനെ വളമിട്ട് കൊടുക്കുന്നു. വോട്ടാണ് ആ വളം. അതാണ് അവർ ബലമായി കരുതുന്നത്. ആ ബലം നശിപ്പിക്കണം. കേട്ടോ കേട്ടോ അല്ലാതെ വെറുതെ ദൂരെ കിടക്കുന്ന സ്ഥലത്തെ ആൾക്കാർ, അതൊക്കെ അവിടെ ആണുങ്ങളുണ്ട്, അവർ പോയിക്കോളും. കോടതികളുമുണ്ട്. ആ കോടതി അതിനെ സംബന്ധിച്ച് ഫൈനലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും കുത്തിത്തിരിപ്പാണ് ഇവരുടെ പ്രത്യയശാസ്ത്രം. അതിന് വഴിപ്പെട്ട് നിങ്ങൾ 5 വർഷത്തേക്ക് ചതിക്കപ്പെടരുത്. അപേക്ഷയാണ്. ശ്രമിക്കൂ. ഇങ്ങനെ മാറി മാറി ഈ പാച്ചുവിനെയും കോവാലിനെയും എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുന്നത്? അല്ലെ, പുതിയൊരു കോവാലൻ വരട്ടെ. അവൻ കണ്ണകിമാർക്ക് വേണ്ടി നിലകൊള്ളുന്ന കോവലന്മാരുടെ കൂട്ടത്തിൽ പെടട്ടെ. കണ്ണകി അറിയാമല്ലേ? മാറി മാറി വോട്ട് ചെയ്യാതെ മാറ്റി വോട്ട് ചെയ്യും. മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യും. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി ഇനി വോട്ട് ചെയ്യില്ല. ഇനി നിങ്ങൾ ചെയ്യുന്ന വോട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ വോട്ട് ഇനി ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ഭാവി തൃശ്ശൂരിന് വേണ്ടിയാണ്, ഭാവി കേരളത്തിന് വേണ്ടിയാണ് എന്ന് ഈ രാഷ്ട്രീയ കിരാതന്മാർക്ക്, പിശാചുക്കൾക്ക് താക്കീത് കൊടുക്കുന്ന തരത്തിൽ ഒരു വിളംബരം ജൂൺ 4-ാം തീയതി തൃശ്ശൂരിൽ മുഴങ്ങിക്കേക്കട്ടെ. താമര വിരിഞ്ഞു. ഒരുപാട് സ്നേഹം. നന്ദി, നമസ്കാരം.